അങ്ങനെ വീടൊക്കെ പൂട്ടി പെട്ടിയും സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇതാ അടുത്ത ട്രിപ്പിന് ഇറങ്ങുക കേട്ടോ. ഈ ട്രിപ്പിനിപ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പറയാൻ പ്രത്യേകതകളൊന്നുമില്ല. ഞങ്ങൾ നെക്സ്റ്റ് റോഡ് ട്രിപ്പാണ്. ഞങ്ങൾ ഒറ്റയ്ക്കാണ് ഈ തവണ പോകുന്നത്. കഴിഞ്ഞ തവണ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. ഈ തവണ ഞങ്ങൾ ഒറ്റയ്ക്കാണ് പോകാൻ പോകുന്നത്. രാവിലെ ഒരു 7 മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു 8:15 ഇറങ്ങാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലാൻ പ്രകാരം 2 nights and 3 days ആണ് നമ്മുടെ ട്രിപ്പ്. നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ടൗറങ്ക എന്ന് പറയുന്ന ഒരു സ്ഥലവും അതുപോലെ തന്നെ കോറമാൻഡൽ എന്ന് പറയുന്ന സ്ഥലവും. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സമയം 8:30. ഞാൻ സൺസ്ക്രീൻ ഒക്കെ ഇടാൻ വേണ്ടി മറന്നു. അതുകൊണ്ട് സൺസ്ക്രീൻ ഇടാമെന്ന് വെച്ചു. സഗു ഇപ്പോൾ ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ സൺസ്ക്രീൻ ഇടാണ്ട് ഇപ്പോൾ നമുക്ക് തീരെ ഇറങ്ങാൻ പറ്റില്ല. കാരണം ഇവിടെ ഇപ്പം കട്ട സമ്മറാണ്. സമ്മറാണെങ്കിൽ ഇവിടെ ഇടയ്ക്ക് മഴയൊക്കെ പെയ്യും. അപ്പം വീണു പോകുന്നു. അപ്പം സമ്മർ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര വെയിലായിരിക്കും. നമ്മൾ പൊള്ളിപ്പോവും. അപ്പം അതുകൊണ്ട് സൺസ്ക്രീൻ ഇടാമെന്ന് വിചാരിച്ചു. കിക്ക് സൺസ്ക്രീൻ ഇട്ടിട്ടില്ല. കിക്ക് ബാക്കിൽ സൺസ്ക്രീൻ ഒന്നും ഇട്ടിട്ടില്ല. ചെറിയ വെയിലൊക്കെ കൊള്ളുന്നുണ്ട്. അപ്പോൾ ആദ്യം അമ്മ ഇടട്ടേന്ന് വിചാരിച്ചു. കാരണം കിക്കിൻ്റെ സൺസ്ക്രീൻ വേറെയാണ്. അത് ബാക്കിലുള്ളത്. അപ്പം അത് സഗു വന്നിട്ട് എടുത്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഷവലിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് ഷോപ്പിലൊക്കെ നോക്കിയിട്ട് നമുക്കത് കിട്ടിയിട്ടില്ല. അപ്പം അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഒന്നൊരു ചെറിയ സ്റ്റോപ്പ് എടുത്തായിരുന്നു. കിട്ടി. ക്ലാസ് എനിക്ക് നല്ല ചെറുതാകുമ്പോൾ ഞാനൊരാഗ്രഹത്തിന് ഭയങ്കര സൺഗ്ലാസ് ആണ്. ഇപ്പോഴും കറക്റ്റായിട്ടൊക്കെ പറ്റുന്നുണ്ട്. എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും ഫേവറേറ്റ് പാട്ടാണ് കേട്ടോ ഈ ഐ ലവ് യു മമ്മി എന്ന് പറഞ്ഞ പാട്ട്. അപ്പം ഞങ്ങൾ ഫുൾ ടൈം ആ പാട്ട് തന്നെ കേട്ടുകൊണ്ടായിരുന്നു വണ്ടി ഓടിക്കുന്നുണ്ടായിരുന്നു. ആകെ നമുക്ക് വേറെ പാട്ട് കേൾക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇവൾ ഉറങ്ങുന്ന ടൈമിൽ മാത്രമായിരുന്നു. ട്രിപ്പ് പോകുമ്പോൾ എൻ്റെ ഫോണിലുള്ള ഫൂട്ടേജസിൽ ഏറ്റവും കൂടുതലുള്ള ഫൂട്ടേജ് ആയിരിക്കും ഇങ്ങനത്തെ ഫൂട്ടേജ്. ഞാൻ കാറിൽ നിന്ന് പുറത്തുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കും. എനിക്കിങ്ങനെ പല പല സ്പോട്ടുകൾ കാണുമ്പം ചില മലകൾ കാണുമ്പോൾ ഒക്കെ നല്ല ഭംഗി തോന്നുമ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുത്തിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ക്ലിപ്പിൻ്റെ ഒരു കളി തന്നെയാണ് ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് ഫോൺ നോക്കുമ്പോൾ. എന്തിനാ കരയുന്നത് കിക്കി? രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബീച്ചിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കിക്കിനെ വീട്ടിൽ നിന്ന് ഇറക്കിയത്. അതുകൊണ്ട് ഇവിടെ ഒരു സ്റ്റോപ്പ് എടുത്തപ്പം അവൾ ചോദിച്ചു ബീച്ച് എത്തിയെന്ന്. ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ് ആ കേട്ടത്. എക്സൈറ്റഡ് ആവുന്നത് ബീച്ചല്ല കിക്കി, ബീച്ച് ആയിട്ടില്ല കേട്ടോ. ബീച്ച് എത്തിയിട്ട് പറയാം. ഡോറ് തുറന്നപ്പോൾ കാറിൻ്റെ പുറത്തേക്ക് ബീച്ച് കാണാത്ത ആ ഒരു വിഷമമുണ്ടല്ലോ, അത് നന്നായിട്ട് അറിയുന്നുണ്ടായിരുന്നു. ഇപ്പോഴാട്ടോ നമ്മളൊരു ഫസ്റ്റ് സ്റ്റോപ്പ് എടുക്കുന്നത്. ഫസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ ഒന്നും കാര്യമായിട്ട് ചെയ്യാനില്ല. ഒന്ന് സൈഡാക്കി കിക്കിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് ഒന്ന് ഫ്രഷ് എയർ ബ്രീത്ത് ചെയ്യുക, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ന്യൂസിലൻഡിൽ നമ്മൾ റോഡ് ട്രിപ്പ് പോവുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്ന കാര്യങ്ങളിൽ ഒന്നാണ് പശു, മലകൾ, പിന്നെ ആട്. നാട്ടിൽ നിന്ന് കുറെ പശുവിനെ കണ്ടിട്ടുണ്ടെങ്കിലും പശു ഒരു ഹരമായി മാറിയത് സത്യം പറയുകയാണെങ്കിൽ ഇവിടുന്ന്. കണ്ടിട്ട് പശുക്കളൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. ഇതെല്ലാരും വരുന്നുണ്ടല്ലോ. ഇതൊക്കെ എല്ലാരും ഇങ്ങോട്ട് നോക്കിക്കുന്നത്. പതിവില്ലാതെ ഒരാൾ വന്നിട്ട് എന്താണ് ഞങ്ങളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നതെന്നായിരിക്കും ചിലപ്പോൾ അവർ ചിന്തിക്കുന്നത്. ഇത് ഞങ്ങൾ ഞങ്ങളുടെ ഫസ്റ്റ് സ്പോട്ടിൽ നിർത്തിയാട്ടോ. ഒരു വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ നിർത്തിയത്. പക്ഷേ അതിൻ്റെ മുന്നായിട്ട് ചെറുതായിട്ടൊന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ നിർത്തിയത്. അപ്പോൾ എനിക്ക് നല്ലൊരു വാട്ടർ ബോഡി കണ്ടപ്പം നല്ല എന്തെങ്കിലും വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ആംഗിൾ അത്ര ശരിയായില്ല തോന്നുന്നു. അഗ് പറഞ്ഞ പോലെ നമുക്ക് അരയന്നങ്ങളൊന്ന് സൂം ചെയ്ത് നോക്കിയാലോ. സൂം ചെയ്തപ്പോൾ ഇപ്പം ഈ 2 എണ്ണമാണ് ഉള്ളത്. പക്ഷേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വേറെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ ഒരു സെറ്റപ്പ്. ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ സമയത്ത് ചെറുതായിട്ടൊരു മഴ പൊടിയുന്നുണ്ടായിരുന്നു. പിന്നെ കീക്കിയും കാറിലുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ചെറിയ കാറ്റും മഴയൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം ഒരു തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ. ഇപ്പം സത്യം പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ സമ്മർ ഡ്രസ്സ് ഇടണോ വിൻ്റർ ഡ്രസ്സ് ഇടണോ നമുക്ക് സത്യം പറയണത് മനസ്സിലാവില്ല. രണ്ടും എടുത്ത് കയ്യിൽ വെക്കുന്നതായിരിക്കും. എന്നിട്ട് കാലാവസ്ഥക്കനുസരിച്ച് ഡ്രസ്സ് മാറുന്നതായിരിക്കും നന്നാവാന്ന് എനിക്ക് തോന്നാറുണ്ട്. ആ രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഞാൻ കുറച്ച് തണുത്ത സാധനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളും തണുത്ത സാധനങ്ങളല്ല തണുത്ത അവസ്ഥയിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളും കൈ കരുതാറുണ്ട് ഇവിടെ പുറത്തൊക്കെ പോകുമ്പോൾ.
ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് ബ്രെഡും ജാമും ഒക്കെ കയ്യിൽ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ കാണാനൊക്കെ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ പുറത്ത് പോയി കഴിച്ച് ഇറങ്ങലൊക്കെ എപ്പോഴും നടന്നെന്ന് വരില്ല. അതുകൊണ്ട് നമ്മൾ കയ്യിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കരുതിയിട്ട് തൽക്കാലം അവിടെ നിന്നൊരു തട്ടിക്കുട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് സൈറ്റ് സീയിങ് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. അവിടെ നിന്ന് തൊട്ട് നടക്കാനുള്ള ദൂരത്തിൽ തന്നെയാണ് ഈ ഒരു വാട്ടർഫോൾസ് ഉണ്ടായിരുന്നത്. ഈ വാട്ടർഫോൾസിൻ്റെ പേര് എന്നോട് മറന്നുപോയി, ഞാനിവിടെ കൊടുക്കാം കേട്ടോ, താഴെ എഴുതി കൊടുക്കാം. അപ്പം അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഭയങ്കര ഉള്ളോട്ട് കയറിയിട്ട് ആ പാറേൻ്റെ നടക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. കാരണം കീക്കി ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാ പണികൾക്കും നമുക്ക് ചെയ്യാൻ കുറച്ച് പണിയായിരിക്കും. എനിക്കിപ്പോൾ കുറച്ച് ഹൈറ്റൊക്കെ പേടി തുടങ്ങുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് പണ്ട് ഉള്ള ഒരു പോലെയല്ല, ഇപ്പോൾ കുറച്ചും കൂടെ ഒരു പേടിയൊക്കെ തോന്നുന്നുണ്ട്. വീഴൂലെന്ന് ഉറപ്പുണ്ടെങ്കിലും ഒരു പേടി. ഭയങ്കര വലിയ ഫോൾസ് ഒന്നും അല്ല കേട്ടോ, പക്ഷേ കാണാൻ രസമുള്ള ഒരു കുട്ടി ഫോൾസ് ആയിരുന്നു. ഇവിടുത്തെ അട്രാക്ഷൻസിൽ ഒന്നായതുകൊണ്ട് നമ്മൾ കാണാമെന്ന് വെച്ചു. ഞാൻ രാവിലെ ഇനി നമുക്കൊന്ന് ടോയ്ലറ്റ് കണ്ടുപിടിക്കണം. അതാണ് അടുത്ത പരിപാടി. ഞാൻ ബാത്റൂം കാണിക്കാൻ വെച്ചിട്ട് വീഡിയോ എടുത്തതായിരുന്നു. എങ്ങനെയാ ഞാൻ പോവാ? ഞാൻ ആലോചിക്കട്ടെ, ഇത്രയും നല്ല ഭംഗിയുള്ള പൂക്കളുടെ സൈഡിൽ ഇവർക്ക് കുറച്ചും കൂടെ നല്ലൊരു ടോയ്ലറ്റ് വെക്കാമായിരുന്നു എന്ന്. അറിയില്ല. ആണോ? അയ്യോ, നമ്മളിങ്ങനെ സ്റ്റേക്കേഷൻസ് അല്ലാതെ ഇങ്ങനെ റോഡ് ട്രിപ്പ് പോകുമ്പോൾ നമുക്ക് എല്ലാ സ്ഥലത്തും ഇങ്ങനെ ടോയ്ലറ്റ്, എല്ലാ സ്ഥലത്തും ഉണ്ടാവും ടോയ്ലറ്റ് യൂസ് ചെയ്യാനുള്ള സൗകര്യം. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള ഒരു വൃത്തിയും കാര്യങ്ങളൊന്നും കിട്ടിയെന്ന് വരില്ലല്ലോ. പിന്നെ നല്ല ഉള്ളോട്ടേക്കാണ് പോകുന്നതെങ്കിൽ ഇങ്ങനത്തെ ഇത്രയും സൗകര്യം ഉണ്ടാവില്ല. ഒരു ടോയ്ലറ്റിൽ ഒരു കുഴി പോലുള്ളൊരു സെറ്റപ്പ് ആയിരിക്കും. കാരണം അവിടെ ഒന്നും ആരും എത്തിപ്പെടാനില്ല ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ തൽക്കാലം ഇവിടെ പോയിട്ടോ, ഈ ഷോപ്പിംഗ് സെൻറ്ററിൽ. ഞങ്ങൾക്ക് ഇവിടുന്ന് 1-2 സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. നമുക്ക് ട്രിപ്പിന് ആവശ്യമുള്ള ഒരു തോർത്ത്, പിന്നെ അങ്ങനെ വേറെ എന്തോ ഒരു സാധനം കൂടെ ഉണ്ടായിരുന്നു. Do this. Say nice. How do you do it? Like this? Nice. ഒന്നും എടുത്തുണ്ട്. ടിക്കിക്കുണ്ട്. അപ്പോൾ സകുവും കീക്കിയും വിളിച്ചിട്ടുണ്ട്. നമുക്കിത് ബില്ല് ചെയ്യാൻ വേണ്ടി പോവാം. ഈ വെയർ ഹൗസിൽ എനിക്ക് ശരിക്കും ഓക്ലൻഡിലുള്ള വെയർ ഹൗസിനേക്കാളും കുറച്ചും കൂടെ കളക്ഷനുള്ള പോലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അറിയില്ല, നമ്മൾ വെറുതെ നോക്കുന്നത് കൊണ്ട് തോന്നുന്നതാണോ, ഇല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഒന്നും ഇഷ്ടാവില്ലല്ലോ, അങ്ങനെയാണോ എന്നറിയില്ല. ഞങ്ങളുടെ ഒരു പ്ലാനിലുണ്ടായിരുന്നത് ഈ മല കയറാമെന്നുള്ളത്. പക്ഷേ ഈ മലേൻ്റെ ഇൻറ്റൻസിറ്റി നോക്കുമ്പോൾ ഭയങ്കര കൂടുതലായിരുന്നു. ഇൻക്ലിനേഷനൊക്കെ നോക്കുമ്പോൾ ഭയങ്കര കുത്തനുള്ള കയറ്റായിരുന്നു. അതുകൊണ്ട് കിക്കിനിങ് വെച്ചിട്ട് നമ്മൾ 3 പേരും കയറി ഇറങ്ങാമെന്ന് പറയുന്നത് അത്ര ഈസി അല്ലായിരുന്നു. ഒരു ലീഷർ ഹൈക്കിംഗ് അല്ല എന്നാണ് അവർ പറയുന്നുണ്ടായിരുന്നത് അതിൽ. പക്ഷേ കുറച്ച് കഠിനമേറിയ ഒരു ഹൈക്കിംഗ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം ആ ഒരു സംഭവം ഡ്രോപ്പ് ചെയ്തു. എന്തായാലും ഡ്രോപ്പ് ചെയ്തതല്ലേ, അപ്പം ആ മലേൻ്റെ അടിയിൽ കൂടെ പോയിട്ട് ആ മല ഒന്ന് ചുറ്റി കാണാമെന്ന് വെച്ചിട്ട് ഇന്ന് പോയതായിരുന്നു. ഈ ഒരു ക്ലിപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ബാക്കിൽ ആകാശവും കുട്ടികളും ഇങ്ങനെ ചാടുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. നമ്മളങ്ങനെ ബീച്ച് സൈഡ് എത്തി. നമ്മൾ കാറ് പാർക്ക് ചെയ്തു. പിന്നെ നമുക്ക് ഫുഡ് വാങ്ങാൻ വേണ്ടി പോകണം. അങ്ങോട്ടേക്കാ പോകണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങോട്ടേക്ക്. സത്യം പറയുകയാണെങ്കിൽ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്താ കഴിക്കേണ്ടതെന്ന് വെച്ചിട്ട് അടുത്തുള്ള റെസ്റ്റോറൻറ്റ്സിൽ ഫുള്ള് ഞങ്ങൾ മെനു കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്താ കഴിക്കാമെന്ന് ആലോചിച്ചിട്ട് അവസാനം ഞങ്ങൾ സാൽസ് പിസ്സ കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാനത് കാണിക്കാൻ മറന്നു. സാൽസ് പിസ്സ എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു പിസ്സയാണ്. സൈസ് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. എത്ര വലുപ്പം ഉണ്ടാവും എനിക്ക് പറഞ്ഞു തരാനറിയില്ല. എന്നാലും നിങ്ങൾക്ക് ഏകദേശം അതിൽ കാണാൻ പറ്റില്ല, ഒരു ടേബിളിൻ്റെ മൊത്തം സൈസ് ഉണ്ടാവും ആ പിസ്സ. അതിനാണ് ഇവിടെ എന്നല്ല എല്ലാ സ്ഥലത്തും ആ സെയിം പേര് തന്നെ ആയിരിക്കും.
ആയിരിക്കും. നമ്മുടെ നാട്ടിൽ ഇതുവരെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, എൻ്റെ അറിവിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പം ഇതിൻ്റെ പേര് സാൽസ് പിസ്സ എന്നാണ്. ഇതായതുകൊണ്ട് തന്നെ നമുക്ക് അതൊരൊറ്റ നേരത്തേക്കല്ല കേട്ടോ തികയുക. നമ്മൾ ഈ സെയിം സാധനം ടേക്ക് അവേ എടുത്തിട്ട് രാത്രി അത് തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാം കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് ബീച്ച് എത്തിയിട്ടോ, കളിക്കാൻ തന്നെ തുടങ്ങി. കിക്കിക്ക് ബീച്ച് കണ്ട് പൂഴി കണ്ടാൽ ഭയങ്കര ആവേശമാണ്. ബീച്ച് എന്നല്ല, വെള്ളം കണ്ടാൽ അവൾക്ക് വലിയ ഒരു ഇതൊന്നുമില്ല, അവൾക്ക് പേടിയാണ് കുറച്ച്. പക്ഷെ പൂഴിയും ഇതൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം, വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടം. പക്ഷെ ബീച്ചിൽ പോയി ബീച്ചിലേക്ക് വെള്ളത്തിൽ ഇറങ്ങണമെന്നില്ല. പക്ഷേ പൂഴി കളിച്ചാൽ അവൾ ഹാപ്പി. അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച അത്രയും വെയിലില്ലാതാനും. പക്ഷെ ഞങ്ങൾ എന്തായാലും ഒരു ടെൻറ്റ് കെട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്കൊന്നോ എന്തെങ്കിലുമൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെങ്കിലോ അഥവാ നനയാണെങ്കിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെങ്കിലോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഒരു ആവശ്യത്തിൽ ഉപകാരപ്പെടും എന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ ടെൻറ്റ് കിട്ടിയത്. അവസാനം നമ്മൾ ആ ടെൻറ്റ് കയറി കുറച്ച് നേരം കിടന്ന് ഉറങ്ങി കേട്ടോ. കുറേ നേരം വെയിലത്ത് നമ്മൾ ഓൾറെഡി കുറേ യാത്രയൊക്കെ ചെയ്ത് ടയേർഡായ ക്ഷീണവും പിന്നെ കുറച്ച് വെയിലത്ത് കളിച്ചപ്പോഴേക്കും നമ്മളെല്ലാവരും നന്നായി ക്ഷീണിച്ച് അവസാനം ടെൻറ്റിൽ കുറച്ച് നേരം കിടന്നുറങ്ങിയും കൊണ്ടാണ് നമ്മൾ നമ്മുടെ ബീച്ച് ഡേ അവസാനിപ്പിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഈ ന്യൂസിലാൻഡിൽ കൂടുതൽ കാണുന്ന ആൾക്കാരിൽ ഒരാളാണ് കേട്ടോ ഇയാൾ, ഷീപ്പ്. പക്ഷേ ഈ ഒരു ടൈം ഷീപ്പിൻ്റെ എന്താ പറയുക, ഷിയറിങ്ങോ എന്താ ഒന്നും പറയും, ഇവരുടെ ആ രോമൊക്കെ കളക്ട് ചെയ്ത് പ്രോസസ്സിങ് ചെയ്യുന്ന ഒരു ടൈമാണ്. അതുകൊണ്ട് തന്നെ ആരുടെയും മേൽ ഒന്നുമില്ല, എല്ലാവരും ഫുൾ ഒരു രോമം ഇല്ലാണ്ട് ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിതാ നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ ഇവിടെ. ഇത് ഇവിടുത്തെ പൂച്ച, എന്തോ ഒരു പേര് പറഞ്ഞു, പക്ഷെ അധികം അടുക്കണ്ടെന്നാണ് ഒരു പറഞ്ഞത്, വൃത്തിയാവും. നല്ല ഭംഗിയുണ്ട്. ഇതാണ് നമ്മുടെ വീട്. എന്ത് ഭംഗിയിലാലേ അവർ വെച്ചത്, എന്ത് ഭംഗിയിലാലേ അവർ വെച്ചതെന്ന്. ഇതിനെ പറ്റിയിട്ട് എന്താ പറഞ്ഞ, ഇവർ അച്ഛനാണ് ഉണ്ടാക്കിയെന്നല്ലോ പറഞ്ഞത്. ഈ എയർബിഎൻബി ഞങ്ങൾക്ക് റെൻറ്റിന് തന്ന അവർ ഭയങ്കര ഒരു ഷിപ്പ് സ്നേഹിയാണോ സീ സ്നേഹിയോ എന്ത് സ്നേഹിയാന്ന് പറയാൻ പറ്റുന്നില്ല. അപ്പം ഇവരുടെ നമ്മുടെ എയർബിഎൻബി ഒരു സീ തീമായിരുന്നു എയർബിഎൻബി, അതാണ് ബ്ലൂ കളറിലൊക്കെ ഉള്ളത്. അതുപോലെ കുറേ ഷിപ്പിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ ഉണ്ടായിരുന്നു. അപ്പം അവർ പറയുന്നുണ്ടായിരുന്നു അവരുടെ അച്ഛനാണ് ആ ഷിപ്പുകളൊക്കെ ഉണ്ടാക്കിയെന്നായിരുന്നു കേട്ടോ. അതുപോലെ ഇങ്ങനെ നല്ലൊരു കേക്ക് ഇവർ നമുക്ക് ബേക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ളൊരു ഡേറ്റ്സിൻ്റെ കേക്കായിരുന്നു. അതുപോലെ ഇങ്ങനെ കുറച്ച് ഫ്രൂട്ട്സും ചോക്ലേറ്റ്സും അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ ഭയങ്കര അടിപൊളിയായിരുന്നു. സ്റ്റേയും അടിപൊളിയായിരുന്നു. അതുകൂടാണ്ട് ഇവർ കുറേ കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് കരുതി വെച്ച പോലെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എന്തോ ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു. അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴും ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോഴും എന്തോ ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു. ഇതൊരു സ്റ്റുഡിയോ റൂം പോലെയാണ് കേട്ടോ. അപ്പം കയറുമ്പം തന്നെ നമുക്ക് ഹാളുണ്ട്. ആ ഹാളിൽ സോഫ ഉണ്ട്, ടി വി ഉണ്ട്, അവിടെ തന്നെ കിച്ചണുള്ളത്, പിന്നെ സെപ്പറേറ്റഡ് ആയിട്ടുള്ളൊരു ബെഡ്റൂമുണ്ട്. അങ്ങനെയാണുള്ളത്. 4 പേർക്കും ഒരു കിഡിനും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. കാരണം എന്താ വെച്ചാൽ ആ സോഫ നമുക്ക് നിവർത്തിയിട്ടിട്ട് ബെഡാക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയായിരുന്നു കേട്ടോ. അതുകൊണ്ട് 4 അഡൽട്സിനെ വേണമെങ്കിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്പേസാണ്. അങ്ങനെ നമ്മളൊന്ന് ഫ്രഷായി ഒന്ന് വെറുതെ പുറത്തേക്ക് നോക്കിയപ്പോഴാണ് ആകാശം കണ്ടത് കേട്ടോ. എന്ത് ഭംഗിയാണ് ആകാശം കാണാനൊന്ന് നോക്കിയേ. ഭയങ്കര രസമുണ്ടായിരുന്നു. ബ്ലൂവും ഓറഞ്ചും, അതും ഒരു ഡിഫറെൻറ്റ് കളർ ബ്ലൂ ആണോ എനിക്കറിയില്ല, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു തൊട്ടടുത്ത് തന്നെ ഒരു ബീച്ചുണ്ട്, അപ്പോൾ ആ ബീച്ചിൽ പോയിട്ട് സൺസെറ്റ് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ സൺസെറ്റ് കാണാൻ കുറച്ചും കൂടെ രസമായിരിക്കുമല്ലോ, അങ്ങനത്തെ വിചാരിച്ച് പോയതാണ്. അതാണ് ഈ ഒരു ബീച്ച്. ഇതൊരു ബീച്ചെന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷേ ഒരു ബീച്ചാണ്, അങ്ങനെ ഒരു സ്ഥലമാണ്. നല്ല ഭംഗിയായിരുന്നു. അപ്പം ഈ ഒരു സൺസെറ്റോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ ദിവസം അവസാനിക്കുന്നത്. ഇത് കഴിഞ്ഞ് നമുക്ക് പിന്നെ വലിയ പണികളൊന്നുമില്ല. വീട്ടിൽ പോയിട്ട് കിക്കിനെ ഉറക്കുക, നമ്മൾ ഉറങ്ങുക, നെക്സ്റ്റ് ഡേയിലേക്ക് പ്രിപ്പയർ ആവുക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നല്ല അടിപൊളി ഒരു ദിവസമായിരുന്നു. ഫസ്റ്റ് ഡേ ഇങ്ങനെ നല്ല കാം ആൻഡ് പീസ്ഫുള്ളായിട്ട് തീർന്നു എന്ന് പറയാം. അപ്പം നമുക്ക് നെക്സ്റ്റ് ഡേ 2 ആയിട്ട് അടുത്ത വ്ളോഗിൽ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.